മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 2 മുതൽ 5 വരെ വാക്യം. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 15 verses 2 to 5. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവൻ പല കുറ്റങ്ങളും ആരോപിച്ചു. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്. ഈശോ മറുപടി ഒന്നും പറഞ്ഞില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ക്രൈസ്തവൻ ആരോടും എതിർ പറയാത്തവനും അനീതിയുടെ മുമ്പിൽ നിശബ്ദത പാലിക്കുന്നവരുമായിരിക്കണം എന്ന ചില ധാരണയുണ്ട്. എന്നാൽ എപ്പോഴാണ് നിശബ്ദനായിരിക്കേണ്ടത്, എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്ന ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കുകയാണ്. ചില സ്ഥാനങ്ങളിൽ നാം നിശബ്ദരായിരിക്കണം, മറ്റു ചിലപ്പോൾ നാം തുറന്ന് സംസാരിക്കണം. സാഹചര്യവും അവസരവും മനസ്സിലാക്കി സംസാരിക്കുക ആവശ്യമാണ്. ചിലയിടത്ത് തുറന്നു പറയണം, ചിലയിടത്ത് നിശബ്ദത പാലിക്കണം. സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരോട് നമ്മുടെ അഭിപ്രായം പറയണം. ദുർബുദ്ധികളായി സത്യം എന്തെന്നറിഞ്ഞ ശേഷം അത് സമ്മതിക്കാതെ കുരുക്കു ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് മറുപടി പറയാൻ ശ്രമിക്കരുത്. പന്നികളുടെ മുമ്പിൽ മുത്തുകൾ വിതരരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥതയില്ലാത്തവരോട് ഇടപെടേണ്ട അവസരങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈശോയുടെ മാതൃക നാം അംഗീകരിക്കുകയായിരിക്കും ഉത്തമം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്ന ദൈവത്തിൽ ഈശോ കാര്യം ഫലമേൽപ്പിച്ച പത്രോസ് 2:22 കാണുന്ന പോലെ എതിർ പറയാതെ സത്യത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ ചുമതല നിറവേറ്റാൻ ശ്രമിക്കുക. നമ്മോട് അനീതി പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ നാം ദൈവത്തെ കാര്യം ഫലമേൽപ്പിച്ചതിനു ശേഷം നിശബ്ദത പാലിക്കണം. ശരിയായ രീതിയിൽ ദൈവം കാര്യം ക്രമീകരിച്ചു. നാം പ്രതീക്ഷിക്കാവുന്ന സ്ഥാനങ്ങളിൽ നിശബ്ദരാകാതെ സത്യം വ്യക്തമാക്കാൻ ശ്രമിക്കണം. പീലാത്തോസിന് മുമ്പിൽ ആദ്യം സത്യം സംസാരിക്കുകയും ചോദ്യത്തിന് ആത്മാർത്ഥത ഇല്ലെന്ന് മനസ്സിലായപ്പോൾ നിശബ്ദത പാലിക്കുകയും ചെയ്ത് ഈശോ നമുക്ക് മാതൃകയാവട്ടെ. സത്യത്തിനു വേണ്ടി സംസാരിക്കുക. ഈശോ മിശിഹായിലുള്ള ഈ ഭാവം തന്നെ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.